وربك الغني ذو الرحمة إن يشأ يذهبكم ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين إنما توعدون لآت وما أنتم بمعجزين قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من تكون له عاقبة الدار إنه لا يفلح الظالمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൂറത്തുൽ അൻആമിന്റെ 72ാമത് ക്ലാസ്സിൽ 133ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. വറബ്ബുക്കൽ ഗനിയ്യു, നിന്റെ രക്ഷിതാവ് ഗനിയ്യാണ്. അൽ ഗനിയ്യ്, ഫഖീർ അല്ല, അവൻ ഗനിയ്യാണ്, ധനികനാണ്, പരാശ്രയമുക്തനാണ്. ഇങ്ങനെ രണ്ടർത്ഥാണ് നമ്മൾ അതിന് സാധാരണ പറയാറുള്ളത്. മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ് റബ്ബ്. അതേപോലെ ധന്യനാണ്, ഫഖീറല്ല, ഇല്ലാത്തവനല്ല, ഉള്ളവനാണ്, എല്ലാം തികഞ്ഞവനാണ്, വേറെ ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ലാത്തവനാണ്. നമുക്ക് പലരോടും പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലായി ജീവിതത്തിന്റെ എല്ലാ ആയുസ് കാലഘട്ടങ്ങളിലും നമുക്ക് ചോദിക്കണം, നമുക്ക് അവലംബിക്കണം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. പക്ഷെ റബ്ബിന് അങ്ങനെ ഒരു ആവശ്യമില്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് പറഞ്ഞില്ല ഖുർആൻ മറ്റൊരു സ്ഥലത്ത്? നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ്, അല്ലാഹു മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യ്, അല്ലാഹുവാണ് ഗനിയ്യ് എന്ന് പറഞ്ഞത്. അവിടെ ആ ഫഖീർ എന്നതിന്റെ ബഹുവചനായിക്കൊണ്ടാണ് ഗനിയ്യ് എന്ന് അവിടങ്ങളിൽ സൂചിപ്പിച്ചത്. ദുർറഹ്മ, അതേപോലെ കാരുണ്യവാനുമാണ്. സാധാരണ നമ്മൾ കാരുണ്യവാൻ എന്നതിന് പഠിച്ച അർത്ഥം റഹീമുൻ റഹ്മാനും എന്നൊക്കെയാണല്ലോ. പക്ഷെ ഇവിടെ അർ റഹ്മത്തിന്റെ ഉടമയാണ് അർ റഹ്മ, അതിന്റെ ഉടമ, അതിന്റെ ഉടമയായിട്ടുള്ളവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഗതി ഇവിടെ എടുത്തു പറഞ്ഞു. എന്ത്? ഒന്ന്, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ് റബ്ബ്. രണ്ടാമത്തത് ദുർറഹ്മ, കാരുണ്യവാനുമാകുന്നു. അങ്ങനെയുള്ള റബ്ബിന്റെ കാര്യങ്ങളാണ് പ്രവാചകരെ നിങ്ങൾ പ്രബോധനം ചെയ്യുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ, ഭയപ്പെടാനൊന്നുമില്ല, പ്രതീക്ഷ വെക്കാനേ ഉള്ളൂ ജീവിതത്തിൽ. കാരണം അവന്റെ കയ്യിൽ നിങ്ങൾക്ക് എത്ര തന്നാലും തീർന്നു പോകാത്ത അത്രയും ധന്യത അവന്റെ കയ്യിലുണ്ട്. എത്ര തന്നെ മോശക്കാരായി നിങ്ങൾ അവനോട് സമീപിച്ചാലും അതിനൊക്കെ മറികടന്ന് റഹ്മത്ത് ചെയ്യാൻ മാത്രം അവന്റെ അടുക്കൽ റഹ്മത്തുണ്ട്. പിന്നെ ഇത് രണ്ടും പോരെ, പിന്നെന്താ വേണ്ടത്? എത്ര തന്നെ നമ്മൾ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ച ആളുകളാണെങ്കിലും അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മഗ്ഫിറത്തിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോ, അപമോചനം തേടി നമ്മൾ ചെല്ലുമ്പോ, ദുർറഹ്മ, കാരുണ്യത്തോടുകൂടി നമ്മളെ നോക്കുന്നവനാണ്. എല്ലാരും കൂടെ ഒരേ സ്ഥലത്ത് നിന്ന് എല്ലാവർക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ, എന്നിട്ട് അവൻ ഒരേ സമയത്ത് എല്ലാവർക്കും കൂടെ നൽകിയാലും അവന്റെ ഖജനാവിലുള്ളതൊന്നും
തീർന്നു പോകുന്നില്ല. അത്രയും ഘനിയായിട്ടുള്ളവനാണ് അള്ളാഹു. അതേപോലെ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത അത്രയും സമ്പൂർണനായ ആളാണ്, സമ്പൂർണനായവനാണ് അള്ളാഹു എന്നുള്ള സമാധാനത്തിന്റെ വചനം ഇവിടെ പറഞ്ഞതിന് ശേഷം പിന്നീട് കേൾപ്പിക്കുന്നത് എന്താ അറിയോ? അങ്ങനെയുള്ളവനാണ് ആയ അള്ളാഹു ويستخلف من بعدكم ما يشاء كما أنشأكم من ذرية قوم آخرين. ഈ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യുദ്ഹിബുക്കും നിങ്ങളെ നീക്കം ചെയ്യും. അദ്ഹബ പോയി, അദ്ഹബ നിങ്ങൾ നീക്കം ചെയ്യുന്നതാണ്, നോക്കിക്കളയുന്നതാണ്. ഇവിടെ നിന്നും നിങ്ങളെ വയസ്തഖ്ലിഫ് പകരം കൊണ്ടുവരുന്നതാണ്. ഖലഫ പിന്നിൽ വന്നു, ഖൽഫുൻ പിൻഭാഗം, ഖൽഫുൻ പിൻതലമുറ, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രകാലം കഴിയുമ്പോ നമസ്കാരം പാഴാക്കി കളയുന്ന ആളുകൾ സമൂഹത്തിൽ വരും എന്നൊക്കെ പറഞ്ഞെടുത്ത് ഇസ്തഖ്ലഫ അതാണ് ഇവിടെ വന്നിരിക്കുന്ന യസ്തഖ്ലിഫു എന്ന പദത്തിന്റെ മാദിയായ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന പദം. അതും ഖുർആനിൽ വന്നതാണ്. അതിന്റെ അർത്ഥം അവൻ പ്രാതിനിധ്യം നൽകി എന്നാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറെ പദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുലഫാഉൻ. ഖലീഫത്തുന്ന് വന്നിട്ടുണ്ട്, അതേപോലെ ഖുലഫാഉൻ പ്രതിനിധികൾ എന്നാണ് വാക്കിന്റെ അർത്ഥം. നമ്മൾ സാധാരണ അൽ ഖുലഫാഉർ റാഷിദൂൻ എന്നൊക്കെ പറയുന്നില്ലേ? 4 പ്രധാനപ്പെട്ട പ്രവാചകന് ശേഷമുള്ള ഭരണാധികാരികളെ സംബന്ധിച്ച് അൽ ഖുലഫാ പ്രതിനിധികൾ എന്ന് ആണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ യസ്തഖ്ലിഫ് എന്നതിന്റെ അർത്ഥം പകരം കൊണ്ടുവരും. മിൻ ബഅദിക്കും നിങ്ങൾക്ക് ശേഷം, മാ യശാ അവൻ ഉദ്ദേശിക്കുന്ന വേറൊരു തലമുറയെ, വേറെ ആളുകളെ. നിങ്ങളെല്ലാരെയും കൂടെ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നിന്ന്, പ്രദേശത്ത് നിന്ന് ഒന്നായിട്ട് ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ വേറൊരു സമുദായത്തെ, വേറൊരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല. അള്ളാഹുവിന് അതിന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്താണെന്നറിയോ? ദുർറഹ്മ അവൻ ഏറെ കാരുണ്യമുള്ളത് കൊണ്ടാണ്, കാരുണ്യമുള്ള ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യാത്തത്. പലപ്പോഴും മനുഷ്യർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരാളും തന്നെ ബാക്കിയില്ലാത്ത വിധത്തിൽ എല്ലാവരെയും അവിടെ നിന്ന് നാമാവശേഷമാക്കുകയും എന്നിട്ട് പുതിയ ഒരു തലമുറയെ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാ? ദുർറഹ്മ അവനേറെ കാരുണ്യവാനാകുന്നു എന്നതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുക. ആ പ്രവൃത്തികളുടെ പേരിൽ നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുമ്പോ എന്തുമാത്രം ധിക്കാരപരമായാണ് ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ നമുക്കിവിടെ ജീവിക്കാനുള്ള അർഹതയില്ല എന്ന് തോന്നിപ്പോകും. പക്ഷേ വീണ്ടും നമ്മളെ ഇവിടെ ജീവിക്കാൻ വിടുന്നത് എന്തുകൊണ്ടാണ്? റബ്ബുക്കൽ ഗനിയ്യു ദുർറഹ്മ, നിങ്ങളില്ലെങ്കിലും നിലനിൽക്കാൻ കഴിവുള്ളവനാണ് പടച്ച റബ്ബ്. അൽ ഗനിയ്യാണ്. എങ്കിലും ദുർറഹ്മ അവന്റെ കൂടെ മറ്റൊരു വിശേഷണം കൂടെയുണ്ട്. അതെന്താ? അവനേറെ കാരുണ്യവാനാകുന്നു എന്നത് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്ന്. പക്ഷെ ഇതൊരു വാണിംഗ് ആണ്. എന്താണ്? ഒരു ഇൻദാറാണ്, ഒരു മുന്നറിയിപ്പാണ്. എന്താണത്? ഈ യുദ്ഹിബുക്കും വയസ്തഖ്ലിഫു മിൻ ബഅദിക്കും മാ യശാ. നിങ്ങൾ ഇങ്ങനെ ആണ് പോകുന്നതെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾ എല്ലാരെയും കൂടെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു വിഭാഗത്തെ പകരം കൊണ്ടുവരാൻ അവന് കഴിയുമെന്ന ബോധം നിങ്ങൾക്ക് വേണട്ടോ, അവിചാരം വേണട്ടോ.
ഇതുപോലെ കമാ അൻശഅകും മിൻ ദുർരിയത്തി ഖൗമിൻ ആഖരീൻ, മറ്റൊരു ജനതയുടെ ദുർരിയത്തിൽ, വംശ പരമ്പരയിൽ, കമാ അൻശഅകും നിങ്ങളെ അവൻ വളർത്തിയെടുത്തതുപോലെ, അൻശഅ വളർത്തിയെടുത്തു, നശഅ അൻശഅ വളർത്തിയെടുത്തതുപോലെ വേറൊരു സമുദായത്തിന്റെ, വേറൊരു ജനതയുടെ വംശ പരമ്പരയിൽ നിങ്ങൾ ഇങ്ങനെ ജനിച്ച് വളർന്നു വന്നവരാ. ആദം നബി അലൈഹിസ്സലാമയുടെ വംശ പരമ്പരയിൽ വന്നവരാ. പിന്നീട് അവിടുന്ന് കുറെ കാലം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോ, നൂഹ് നബിയുടെ കാലഘട്ടത്തിലെത്തിയപ്പോ മുഴുവൻ ആളുകളും ധിക്കാരികളായതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ട് ഭൂമുഖത്ത് പിന്നീട് ജീവിച്ചത്. അപ്പോ ആദം നബിയുടെ വംശപരമ്പരയിലെ ഒരുപാട് ആളുകൾ ഇല്ലാണ്ടായിട്ട് ബാക്കിയായ കുറച്ച് ആളുകളുടെ ആ വംശ പരമ്പരയിലൂടെ, ആ ഒരു പാരമ്പര്യത്തിലൂടെ വളർന്നു വന്ന ആളുകളാണ് നിങ്ങൾ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ കുറെ കൈവഴികൾ ഉണ്ടാകുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ അലൈഹിസ്സലാം കാലഘട്ടം വരുമ്പോ അവിടുന്ന് ഇസ്ഹാക്കിന്റെയും ഇസ്മായിലിന്റെയും അലൈഹിമസ്സലാം അവരുടെ പരമ്പരയിലൂടെ രണ്ട് കഴിവഴിയായി പിരിയുന്നുണ്ട്. ഇസ്രായേല്യർ എന്നുള്ള നിലക്ക് ഇസ്ഹാക്കിന്റെ മക്കൾ യാക്കൂബ് അലൈഹിസ്സലാമിയുടെ ആ പരമ്പരയിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലൂടെ അറബികൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ പല നിലക്കും വ്യത്യസ്തമായ വംശ പരമ്പരയിൽ ഇവരേതോ ജനങ്ങളുടെ വംശ പരമ്പരയിൽ വന്നവരല്ലേ നമ്മൾ ഇന്ത്യക്കാരായ ആൾക്കാർ പലപ്പോഴും നമ്മുടെ പൂർവ്വപിതാക്കളെ സംബന്ധിച്ച് പറയുന്നത് ഏതോ ആര്യനോ ഹരിജനോ ഏതോ ബ്രാഹ്മണനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഒക്കെ ആയിരുന്നു എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പൊ നമ്മുടെ പൂർവ്വപിതാക്കൾ ആ വംശപരമ്പര ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ, എവിടെയോ നശിപ്പിക്കപ്പെട്ടതിനു ശേഷം പിന്നീട് പുനർജനിച്ചല്ല, അതിനുശേഷം മക്കളുടെ മക്കളായിട്ട് അവരിലൂടെ കടന്നു വന്ന് വീണ്ടും പ്രവാചകന്മാർ വന്ന് അവിടെ ഒരു തിരുത്തൽ വരുത്തി മുസ്ലിങ്ങളെ മാറ്റി അങ്ങനെ പല നിലക്കും മാറ്റം വന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോ അങ്ങനെ കുറെ സമുദായങ്ങളെ നേരത്തെ നശിപ്പിക്കപ്പെട്ട് അതിന്റെ ശേഷമുള്ള വംശപരമ്പരയിൽ ഉടലെടുത്തവരാണ് നിങ്ങൾ എന്നതുപോലെ ഇനി വീണ്ടും അത് ചെയ്തൂടെ? ലോകത്ത് എത്ര സമുദായങ്ങൾ ഒന്നായിട്ട് നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഒന്നായിട്ട് നശിപ്പിക്കപ്പെട്ട് പോയത് കൊണ്ട് ഈ ഭൂമുഖത്ത് ആളുകൾ ഇല്ലാതായി തീരുന്ന അവസ്ഥ ഉണ്ടാവുമോന്ന് നിങ്ങൾ അങ്ങനൊന്നും പടച്ചോനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. അള്ളാഹു അങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ അവൻ ചെയ്യുന്നതാണ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചു. അൽ ഖനിയ്യ ആയതുകൊണ്ട്, ദുർറഹ്മത്ത് ആയതുകൊണ്ട് അവൻ അങ്ങനെ അതിന് മുതിരുന്നില്ലട്ടോ എന്ന് പറഞ്ഞു വെച്ചതാണ് മാത്രം. വറബ്ബുക്കൽ ഖനിയ്യ ദുർറഹ്മ ഇൻ യശാ യുദ്ഹിബുകും വയസ്തഖ്ലിഫു മിൻ ബഅദികും മാ യശാഉ കമാ അൻശഅകും മിൻ ദുർരിയത്തി ഖൗമിൻ ആഖരീൻ. ചെറിയ ആയത്താണല്ലോ അല്ലെ. നോക്കാം, ഞാൻ പറഞ്ഞ വിഷയങ്ങളാണ് ഇവിടെ ഇനി എഴുതി കാണിക്കുന്നത്. തഫ്സീറുകളിൽ വന്ന കാര്യങ്ങളാണ്. പെട്ടെന്നുള്ള നടപടികളൊന്നും അള്ളാഹു നിങ്ങൾക്കെതിരെ എടുക്കാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലെന്ന് വെച്ച് പടച്ചോന് ഒരു ദോഷവും വരില്ല, അവൻ ഖനിയ്യാണ്. രണ്ട്, അതേ സമയത്ത് തന്നെ അവൻ ഏറെ കാരുണ്യശീലനാണ്. അത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നോക്കി മറ്റൊരു കൂട്ടരെ തൽസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് അവനൊരു പ്രയാസവും ഇല്ല. ഈ ഒരു ആശയാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലൊരു വാക്കാണ് അൽ ഖനിയ്യ്. അതിനർത്ഥം നമ്മൾ പറഞ്ഞത് പരാശ്രയ മുക്തൻ എന്നാണ്, വേറെ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ എന്നാണ്. ഈ അർത്ഥത്തിലും അതേപോലെ ധന്യൻ എന്ന അർത്ഥത്തിലും ഒക്കെ ഖുർആനിൽ പലതവണ വന്നിട്ടുള്ള ഒരു പദാണ്. പ്രത്യേകിച്ച് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇന്നല്ലാഹ ലഹുവൽ ഗനിയ്യുൽ ഹമീദ്. ആകാശഭൂമികളിലുള്ളതൊക്കെ അവന്റേതാണ്. അപ്പോ ആകാശഭൂമികളിലുള്ളതൊക്കെ അവന്റേതാണെങ്കിൽ അവൻ എന്താ പറയാ?
നമ്മളൊരു ഒരു കോടിക്കണക്കിന് രൂപയുള്ള ഒരാളെ സംബന്ധിച്ച് എന്താ പറയാ, നമ്മളെ നാട്ടില് കുറെ പാടവും പറമ്പും ഉള്ള, കുറെ കാളകളും മൃഗങ്ങളും ഉള്ള, കുറെ സമ്പത്തും സൗകര്യങ്ങളുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയാ, മുതലാളി എന്നാണ് വിളിക്കുക അല്ലെ. പണക്കാരൻ മുതലാളി എന്നൊക്കെ അല്ലേ വിളിക്കുക. എന്നാൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഉടമസ്ഥനായ ഒരാളെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ആ അള്ളാഹു ആണ് ട്ടോ അൽ ഗനിയ്യ്, ധന്യനായിട്ടുള്ളവൻ. അൽ ഹമീദ്, എല്ലാരെ കൊണ്ടും തുതിക്കപ്പെടുന്നവൻ അവനാണ്. എല്ലാ ജീവജാലങ്ങളാലും തുതിക്കപ്പെടുന്നവനും അവനാകുന്നു എന്ന്. പിന്നെ ദുർ റഹ്മ എന്നാണ് അതിൽ രണ്ടാമത്തെ പദം. അത് നമുക്ക് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. എന്ത്? മരുഭൂമിയിൽപ്പെട്ടിട്ട് ഒരാള്, അയാളുടെ വാഹനം നഷ്ടപ്പെട്ടു, ഭക്ഷണം നഷ്ടപ്പെട്ടു, എല്ലാ വിധത്തിലും കഷ്ടപ്പെടുമ്പോ ആ ഒരു ഒട്ടകത്തെ തിരിച്ചു കിട്ടിയാലുള്ള പ്രതീതി പോലെ ജീവിതത്തിൽ എല്ലാ നിലക്കും പടച്ചവനോട് ധിക്കാരം ചെയ്ത് എല്ലാം ഇല്ലാണ്ടായിപ്പോയി എന്ന് ജീവിതത്തിൽ കരുതുന്ന ഒരു വേളയിൽ അയാൾ സ്വയം തിരിച്ച് പടച്ചവനിലേക്ക് വന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോ പടച്ചവനുണ്ടാകുന്ന സന്തോഷം അത് വലിയതാണ് കേട്ടോ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത്രയും കാരുണ്യാണ് പടച്ചവൻ കാണിക്കാന്നുണ്ട്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോ അവിടെ പടച്ചവൻ, നീ കുറെയൊക്കെ ഒരുപാട് ജീവിതത്തിൽ ചെയ്തിട്ട് ഇപ്പൊ തിരിച്ചു വരികയല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയില്ല, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് റബ്ബ് അവിടെ ചെയ്യുക. അതാണ് പടച്ചവന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞത്. അത് നമ്മൾ ഓർത്താല് ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഈ യശയുഹിബുക്കും എന്നുള്ള വയസ്തഖ്ലിഫു മിൻ ബഅദിക്കും എന്ന് പറയുന്ന അതേ രൂപത്തിൽ തന്നെ 4 ആയത്തുകളിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു കാര്യം 4 വട്ടം പറയുമ്പോ നമ്മൾ സാധാരണ അതിനെപ്പറ്റി എന്താ പറയാ, 4 വട്ടം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോ അതിന്റെ ശക്തി കൂടിയില്ലേ, പവർ കൂടിയില്ലേ? അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ യശയുഹിബുക്കും അയ്യുഹന്നാസ് വയഅതി ബി ആഖരീൻ, മനുഷ്യരെ നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു വിഭാഗത്തെ കൊണ്ടുവരാൻ അള്ളാഹുവിന് ഒരു പ്രയാസവും ഇല്ല, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെയുള്ള ആയത്തുകൾ സൂറത്തുൽ നിസായിലെ 133, സൂറത്തുൽ അൻആമിൽ ഇപ്പൊ നമ്മൾ ഓതിക്കൊടുക്കുന്ന 133, അതേപോലെ സൂറത്ത് ഇബ്രാഹിമിലെ 19, സൂറത്ത് ഫാത്തിറിലെ 16-ാമത്തെ ആയത്ത്. ഇങ്ങനെ നിസായിലെയും അൻആമിലെയും 133-ാമത്തെ വചനത്തിലും, അതേപോലെ ഇബ്രാഹിമിലെ 19-ാം വചനത്തിലും, സൂറത്ത് ഫാത്തിറിലെ 16-ാമത്തെ വചനത്തിലുമൊക്കെ ഇതേ രൂപത്തിൽ അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞത്. ഇങ്ങനെ 4 തവണ ആവർത്തിച്ച് പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം, അള്ളാഹു ക്രൂരനായിരുന്നുവെങ്കിൽ ഇഹലോകത്ത് നിന്ന് നിങ്ങളെ തുടച്ചു മാറ്റി വേറൊരു ജനിതയെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ ഒരു പ്രയാസവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു ആയത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആശയം എന്നാണ് തോന്നുന്നത്. നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോകുന്നു. 134-ാമത്തെ ചെറിയൊരു ആയത്ത്. ഇന്നമാ തുഅദൂന ലആത് വമാ അൻതും ബിമുഅ്ജിസീൻ വമാ അൻതും ബിമുഅ്ജിസീൻ ഇന്നമാ തുഅദൂന ലആത് വമാ അൻതും ബിമുഅ്ജിസീൻ. ഇന്ന തീർച്ചയായും, മാ ഒന്ന്, അത് രണ്ടും കൂടെ കൂട്ടിയതാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കറിയാലോ. എന്താ അർത്ഥം? ഇന്നാന്നും മാന്നും കൂടെ അത് രണ്ടും 2 പദമായിട്ട് എഴുതാതെ ഇന്നന്റെ കൂടെ തന്നെ അതിനോട് മാ ചേർത്ത് എഴുതിയാൽ എന്താ ഒരു അർത്ഥം? ഇന്നമാന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ കാര്യം അതൊന്ന് മാത്രമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനല്ല. ഇന്ന തീർച്ചയായും, മാ ഒരു കാര്യം, തുഅദൂന നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്നു, വഅദാൻ നൽകപ്പെടുന്നു, വഅദാൻ ചെയ്യപ്പെട്ട ഒരു കാര്യം, വഅദാൻ കരാറ് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ല തീർച്ചയായും, ആത്തിൻ ആത്തിൻ വരുന്നത് തന്നെയാണ്.
നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ നിങ്ങൾ സംശയിച്ചു നിൽക്കേണ്ട, വരിക തന്നെ ചെയ്യും. നിങ്ങളെ വാക്ക് പോലല്ല മനുഷ്യരെ പടച്ചോന്റെ വാക്ക്. ഇങ്ങനൊരു കാര്യം പലരോടും നേരത്തെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ വാക്ക് കൊടുത്തിട്ടും ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, അത് ചെയ്യാൻ ഒരുമ്പെട്ടിട്ടുണ്ടാവില്ല. ഇന്ന് വരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കപ്പാടൊന്നും ഇന്ന് വരെ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ പടച്ചോൻ അങ്ങനല്ല. പടച്ചോൻ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം വരിക തന്നെ ചെയ്യും. ഇന്ന എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. തീർച്ചയായും ഏതൊരു കാര്യം ഉണ്ടെങ്കിലും, ചെറുതാകട്ടെ വലുതാകട്ടെ, ആരെ പറ്റി പറഞ്ഞതാകട്ടെ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യട്ടോ. തബ്ബത്ത് യദാ അബീ ലഹബി വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് എന്ന് പറഞ്ഞ അബൂലഹബ് പിന്നീട് നശിച്ചിരിക്കുന്നു, അവനും അവന്റെ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ ആ കുടുംബത്തെ പറ്റി പറഞ്ഞിട്ട് ഒരുപാട് കാലം പിന്നീട് അവർ ജീവിച്ചിട്ട് അവർക്ക് ഹിദായത്തിലേക്ക് കടന്നു വരാനുള്ള തോന്നലുണ്ടായില്ലല്ലോ. സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരുപാട് വിജയങ്ങൾ വരാനുണ്ട്, സന്തോഷങ്ങൾ വരാനുണ്ട് എന്ന് പടച്ചോൻ നമ്മളെ അറിയിച്ചപ്പോ ആ വിജയങ്ങൾ ഓരോന്നും ലോകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ലോകത്തിലേക്ക് അയച്ചത് മുഴുവൻ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും ഏറ്റവും മുകളിലേക്ക് വരാനാണ് എന്ന് പറയുമ്പോ ഈ മതം അങ്ങനെ തന്നെ വരും. നിങ്ങൾ ഏറെയൊന്നും അതിനെ അനുകൂലിച്ചിട്ടില്ലെങ്കിലും സപ്പോർട്ട് നൽകിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ പണവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കഴിവുകളൊന്നും നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ലെങ്കിലും പടച്ചവൻ ഈ ദീന് നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും. ഈ ലോകത്തെ കാര്യം മാത്രമല്ല, പരലോകത്ത് സ്വർഗണ്ട്, നരകണ്ട്, അവിടെ വലിയ കൊട്ടാരമാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നൽകാൻ കഴിവുള്ളവനാണ് അൽ ഗനിയ്യായ ദുർറഹ്മത്തായ പടച്ചറബ്. ഇന്നമാ തുഅദൂന, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെടുന്ന കാര്യം തീർച്ചയായും ഇല്ല, തീർച്ചയായും എന്നാണ്. വീണ്ടും ആത്ത് വരിക തന്നെ ചെയ്യുന്നതാണ്, അത് വരിക തന്നെ ചെയ്യും. ആത്തിൻ വരുന്നതാണ്, ആത്തിൻ വരിക തന്നെ ചെയ്യും, ഉണ്ടാവുക തന്നെ ചെയ്യും. ഉറപ്പിച്ചോളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. മരണം ഉറപ്പല്ലേ? നമ്മൾ ജനിച്ചാൽ മരിക്കുന്നുള്ള ഉറപ്പല്ലേ? അതേപോലെയുള്ള ഒരു ഉറപ്പാണ് അള്ളാഹു നമ്മളോട് പറയുന്ന ഏത് കാര്യങ്ങളും എന്ന്. ആ വിഷയത്തിൽ അള്ളാഹുവെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പരാജയപ്പെടുത്തുന്നവൻ, മുഅ്ജിസീന പരാജയപ്പെടുത്തുന്നവർ. മാ അൻതും ബി, പടമാന്റെ അർത്ഥം അല്ല എന്നാണ്. ആ അല്ല എന്നുള്ള കാര്യം അല്ല എന്ന് തന്നെയാണ് അർത്ഥമെന്ന് കൃത്യമായി മനസ്സിലാക്കാനാണ് മുഅ്ജിസുൻ എന്നുള്ള വാക്കിന്റെ കൂടെ ബി എന്ന അക്ഷരം വരുന്നത്. അപ്പോ മാ ബി എന്ന് പറഞ്ഞാൽ അല്ലേ അല്ല. പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും, അള്ളാഹിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. മുഅ്ജിസുൻ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാകുന്ന ഒരു പദം മുഅ്ജിസത്തുൻ എന്നായിരിക്കും അല്ലെ? മുഅ്ജിസത്തുൻ കറാമത്തുൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ രണ്ട് പദവും ഖുർആനിൽ ഇല്ലാത്തതാണ്. മുഅ്ജിസത്ത് എന്നുള്ള പദം തന്നെ ഖുർആനിലില്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അമാനുഷികം എന്നാണ് പറയാ. അജസ എന്ന് പറഞ്ഞാൽ കഴിയാതെയായി എന്നാണ്. അജൂസ് എന്ന് പറഞ്ഞാല് വൃദ്ധരായ ആളുകൾക്കാണ് അജൂസ് എന്ന് പറയാ. കഴിവില്ലാത്ത, ശാരീരികമായി കഴിവില്ലാത്ത ആളുകൾ. യുഅ്ജിസു പരാജയപ്പെടുത്തുന്നു, ഖുർആനിൽ വന്ന വാക്കാണ്. മുഅ്ജിസുൻ അസാധ്യമാകുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ ആ അസാധ്യമായത്, അമാനുഷികമായത് എന്നർത്ഥത്തിലാണ് നമ്മൾ സാധാരണ മുഅ്ജിസത്തുൻ എന്ന് പറയാറുള്ളത്. എന്നാൽ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ പദം ഖുർആനിലുണ്ടോ?
ഇല്ല, ഖുർആൻ വന്നിട്ടില്ല. പിന്നെ എന്താണ് വന്നത്? ആയാത്തെന്ന് വന്നിട്ടുണ്ട്, ആയത്തെന്ന് വന്നിട്ടുണ്ട്, ബയ്യിനത്തെന്ന് വന്നിട്ടുണ്ട്, ബയ്യിനാത്തുൻ എന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ അമാനുഷികമായതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പദം. അതേപോലെ കറാമത്തും എന്നൊക്കെ പറയുന്ന ഈ രണ്ട് പദങ്ങളൊന്നും ഖുർആനിലില്ല. നമ്മൾ സാധാരണയായിട്ട് ആൾക്കാർ മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ മോജിസത്തും കറാമത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ സംഭവങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ അജസ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. കഴിയാതെയായി, അശക്തമായി എന്നാണ് അജസ എന്ന വാക്കിന്റെ അർത്ഥം. ഇവിടെ മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുന്നവൻ. ആരെ പരാജയപ്പെടുത്തുന്നവൻ? അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയോ? ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയോ? അവന്റെ കൂടെ, പടച്ചവന്റെ കൂടെ പടച്ചവനെ തോൽപ്പിക്കാൻ വേണ്ടി ഓടാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? പടച്ചവന്റെ സൃഷ്ടിയെ വെല്ലാൻ നിങ്ങൾക്ക് കഴിയോ? പടച്ചവന്റെ ഏതേത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ മുകളിൽ പോകാൻ നിങ്ങൾക്ക് കഴിയോ? ഇനി നിങ്ങൾ ലോകം എത്ര പുരോഗമിച്ച് ഗംഭീരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തെ ഏറ്റവും ശക്തരായ ആളുകൾ നിങ്ങളായി തീർന്നാൽ പോലും നിങ്ങളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കി പുതിയ തലമുറയെ കൊണ്ടുവരാൻ പടച്ചവന് ഒരു പ്രയാസവും ഇല്ല. ആ കാര്യം നിങ്ങൾ ഓർക്കണേ എന്നാണ് ഈ ചെറിയ ആയത്ത് വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നമാ തുഅദൂന ലആതിൻ വമാ അൻതും ബിമുഅ്ജിസീൻ വമാ അൻതും ബിമുഅ്ജിസീൻ. പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഒരായത്തിൽ അല്ലാഹു പറഞ്ഞത് ലാ തഹ്സബന്നല്ലദീന കഫറൂ മുഅ്ജിസീന ഫിൽ അർദ് വമഅവാഹുമുൻ നാർ വലബിസൽ മസീർ. സത്യനിഷേധികൾ ഭൂമിയിൽ അള്ളാഹുവെ തോൽപ്പിച്ച് കളയുന്നവരാണ് എന്ന് വിചാരിക്കരുത്. അവരുടെ വാസസ്ഥലം നരകമാകുന്നു. ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്തയാണ്. അങ്ങനെ അവരെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലുള്ള നിങ്ങളുടെ ഈ നടത്തവും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ പടച്ചോനെ തോൽപ്പിച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയും എന്നൊരു വിചാരം, അള്ളാഹുവിനെ തന്നെ തോൽപ്പിച്ചിട്ട് ആ പടച്ചോന്റെ സ്വർഗത്തിൽ ഞങ്ങൾ എല്ലാരെയും കടത്തിവിടും എന്നാണ് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത്. പടച്ചോൻ പറഞ്ഞത് വിശ്വാസികളാണെങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ ചെയ്തെങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്നിട്ട് വേറെ ചില ആളുകളൊക്കെ ഇപ്പൊ കടന്നു വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇഷ്ടമാണ് ചില ആൾക്കാരൊക്കെ സ്വർഗത്തിലാക്കല് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളുകളില്ലേ. അഹങ്കാരത്തോടുകൂടി, ധിക്കാരത്തോടു കൂടിയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട. പടച്ചോനങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. അവന്റെ ചില നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ നൽകപ്പെടുന്നത്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഖിയാമത്ത് നാളിൽ എല്ലാ പിൻഗാമികളെയും പുനർജീവിപ്പിച്ച് അവരുടെ നാഥന്റെ മുമ്പിൽ അന്ത്യവിധിക്ക് വേണ്ടി ഹാജരാക്കപ്പെടും. ലആതിൻ, അത് വരിക തന്നെ ചെയ്യും. പരലോകം, ന്യായവിചാരണ, രക്ഷാശിക്ഷകൾ ആദിയായി പ്രവാചകന്മാർ മുഖേന നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അതൊക്കെ സംഭവിക്കുമ്പോ നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്തിയിട്ട് അവിടെയും നിങ്ങളുടെ ഈ അധികാരം, ഇവിടെയുള്ള ഈ അധികാരവും ഈ പൊങ്ങച്ചവും ഈ വാഗ്ധോരണിയും ഈ വർത്തമാനമൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ വർത്തമാനം പറയുന്ന നിങ്ങളുടെ ഈ സംഗതിയൊക്കെ അവിടെയും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ വരുതേണ്ടതില്ല. ആ ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കിങ്ങൾ, അതൊന്ന് ഒഴിവാക്കിയേക്ക്, അത് നടക്കൂലട്ടോ എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ആയത്തിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്നത്ര നമുക്ക് തീർക്കാം. നേരത്തെ ഓതിയ ആയത്തുകളുടെ ഒരു തുടർച്ച എന്നോണം ഏറെ സമാധാനത്തോടുകൂടി വിശ്വാസികളെ കേൾപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. إني عامل فسوف تعلمون من تكون له عاقبة الدار إنه لا يفلح الظالمون. ശ്രദ്ധിക്കണേ. قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من تكون له عاقبة الدار.
ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഞാൻ ചില അക്ഷരങ്ങൾക്കൊക്കെ ചില പദങ്ങൾക്കൊക്കെ കളറ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കണേ. ഖുൽ യാ ഖൗമി, യാ ഖൗമി, ജനങ്ങളെ, എന്റെ ജനങ്ങളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകനോട് പറയാൻ, എന്റെ ജനങ്ങളെ, എന്റെ നാട്ടുകാരെ, എന്നെ കേൾക്കുന്നവരെ, എന്നെ അറിയുന്നവരെ, എന്റെ ഈ വചനങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിലുള്ള സമൂഹമേ, യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. നിങ്ങൾ ആരും കാണുന്നില്ലെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് ആശീർവാദം നൽകാൻ, അംഗീകാരം നൽകാൻ, അതിന് മാർക്കിടാൻ ആരും തന്നെ വരുന്നില്ലെങ്കിലും യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് വിശ്വാസികളോടാണെങ്കിൽ അങ്ങനെ അല്ലേ. ഇനി മറ്റേ കൂട്ടരോടാണെങ്കിലോ, യഅമലൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളൊക്കെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്കാവുമ്പോലൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിക്കൊള്ളി എന്നല്ലേ ഇതിന്റെ അർത്ഥം. അലാ മക്കാനത്തിക്കും, നിങ്ങളുടെ മക്കാനത്തിൽ. മക്കാനും എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം. മക്കാനുൻ, നിങ്ങളുടെ നിലപാട്. മക്കാനുൻ, നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ സ്ഥാനത്ത്, നിങ്ങളുടെ നിലപാടനുസരിച്ച്. നിങ്ങൾ വലിയ സ്ഥാനത്തായിരിക്കും ചിലപ്പോൾ, നിങ്ങൾ വലിയ നിലപാടിലായിരിക്കും, പക്ഷെ നിങ്ങൾ ഉയർന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ താഴെ ആയിരിക്കാം, എവിടെ ആയിക്കോട്ടെ. എവിടെയാണ് നിങ്ങളുള്ളത്? നിങ്ങൾ നിലത്താണെങ്കിലും ആകാശത്തിലാണെങ്കിലും, നിങ്ങൾ താഴെ നിലയിലാണെങ്കിലും ഉയർന്ന നിലയിലാണെങ്കിലും, നിങ്ങൾ താഴെ ഫ്ലോറിലാണെങ്കിലും ഉയരത്തിലുള്ള ഏതെങ്കിലും കെട്ടിടങ്ങളിലാണെങ്കിലും, യഅമലൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഇന്നി ആമിലുൻ, ഞാനും ചെയ്യാം, ഞാനും പ്രവർത്തിക്കാം, ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ കേൾപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. അതേപോലെ കുഫാറുകളെ കേൾപ്പിക്കുമ്പോ നിങ്ങൾക്ക് ആകുമ്പോലൊക്കെ നിങ്ങളുടെ നിലവാരമനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂട്ടോ. ഇന്നി ആമിലുൻ, ഞാനും ചെയ്യാം. എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും കൂടെ പോവുക, മുന്നോട്ട് പോവുക. എവിടെയാണ് വിജയിക്കുന്നത്? ആരാണ് രക്ഷപ്പെടുന്നത്? നമുക്കൊന്ന് നോക്കാലോ. ഈ ലോകത്തിനൊരു അന്ത്യല്ലേ? ആ അന്ത്യത്തിന് ശേഷം ഒരുമിച്ച് കൂടലില്ലേ? അവിടെ ഒരു വിചാരണയല്ലേ, ആത്യന്തികമായ വിചാരണ. ആ വിചാരണയിൽ ആരാണ് ജയിക്കുന്നത് തോൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് അധിക കാലമൊന്നും ഇല്ലാന്ന്, കുറഞ്ഞ കാലം ഉള്ളൂ. ഇനി അവിടെ നമുക്ക് കാണാം, നമ്മുടെ കാര്യങ്ങൾ അവിടെ തീർച്ചപ്പെടുത്താം. വസൗഫ തഅലമൂൻ, വസൗഫ തന്നെ വഴിയെ, പിന്നീട്, സൗഫ വഴിയെ, തഅലമൂന നിങ്ങൾ അറിയും, നിങ്ങൾക്കറിയാറാകും. മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, മൻ ആർക്കാണ്, തകൂനു ഉണ്ടാവുക, ലഹു അവന്, ആഖിബത്തുദ്ദാർ ലോകത്തിന്റെ പര്യവസാനം എന്നാണ്. ആഖിബത്തുൻ പര്യവസാനം, അദ്ദാർ അദ്ദാർ തന്നെ ലോകം എന്നാണ് ഇവിടെ അർത്ഥം. കാരണം ദാറും തന്നെ വീട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദാർ ഇവിടെ ലോകം, അദ്ദാർ ഈ ലോകം. ആഖിറത്ത് ഒരു ദാറാണ്, ഈ ലോകം ഒരു ദാറാണ്. ഇഹലോകം ഹയാത്തു ദുനിയ ഒരു ദാറാണ്. ആഖിബത്തുദ്ദാർ ഇഹലോകത്തിന്റെ, ഈ ലോകത്തിന്റെ പര്യവസാനം ആർക്കാണ്? തകൂനു ലഹു, ആർക്കാണ് ആയിത്തീരുക? നല്ല ആഖിബത്തുദ്ദാർ ലോകത്തിന്റെ പര്യവസാനം. അപ്പൊ ഈ ലോകം മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിന്റെ നല്ല അനുകൂലമായ അവസ്ഥ വരുന്നത് ആർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പോകുന്നതേയുള്ളൂ. കുഫാറുകൾക്കാണോ, ദൈവനിഷേധികൾക്കാണോ, താനിഷ്ഠികൾക്കാണോ, ആർക്കാണ് ഇതിന്റെ അനുകൂലമായി വരിക എന്നുള്ളത് കണ്ടറിയാവുന്നതേയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിന് ശേഷമുള്ള, ഈ ലോകത്തിന്റെ അവസാനം നടന്നതിന് ശേഷമുള്ള അടുത്ത ലോകത്തിൽ അനുകൂലമായി ആർക്കൊക്കെയാണ് അനുകൂലമായ സംഗതികൾ വരിക, വിധി വരിക എന്നുള്ളത് അവിടെ കാണാം നമുക്ക്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ വിജയം വരിക്കുകയില്ല തന്നെ. ലാ യുഫ്ലിഹു വിജയിക്കൂല, അൽ-ളാലിമൂൻ അക്രമികളായ ആളുകൾ വിജയിക്കൂല. ഇപ്പൊ നമ്മൾ നോക്കിക്കാണുമ്പോ അവർക്കാണ് വിജയം എന്ന് തോന്നും, പക്ഷേ അതൊരു ശാശ്വതമായ വിജയമല്ല എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കാം. ഇവിടെ യാ ഖൗമി, ഖൗം എന്നുള്ള വാക്കിന്റെ അർത്ഥം ജനങ്ങളെ എന്നാണ്. പക്ഷെ സാധാരണ ഖൗം എന്ന് പറഞ്ഞാല്
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ജമാഅത്ത്, ഒരു സമൂഹം, ഒരു കൂട്ടം എന്ന് ആണ്. പ്രത്യേകിച്ച് വാദത്തൻ യുത്ലഖു അല റിജാൽ, ഖൗമെന്ന് സാധാരണ ഉപയോഗിക്കുന്നത് ആണുങ്ങൾക്കാണ് പലപ്പോഴും. അത് ഖൗമുൻ, ജനത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണുങ്ങളെയാണ്. അതിനെന്താ തെളിവ്? സൂറത്തുൽ ഹുജറാത്തിലെ 11-ാമത്തെ ആയത്തിൽ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. ഒരു ജനത, ഒരു ഖൗമ് വേറൊരു ഖൗമിനെ പരിഹസിക്കരുത്. ഒരുപക്ഷെ പരിഹസിക്കപ്പെട്ടവർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായേക്കാം. വലാ നിസാഉൻ, ഒരു വിഭാഗം സ്ത്രീകളും അങ്ങനെ ചെയ്യരുത്. മിൻ നിസായിൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ നല്ലവരായേക്കാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഉപയോഗിച്ച നിസാഉൻ എന്ന പദം കൗമുൻ എന്ന പദത്തിന്റെ എതിർപദമായി ഉപയോഗിച്ചത് കൊണ്ട്, നിസാഉൻ എന്ന് പറഞ്ഞ സ്ത്രീകളാണല്ലോ, അപ്പൊ അതിന്റെ എതിർപദമാണ് കൗമുൻ എന്നതുകൊണ്ട് അവിടെ അർത്ഥം വരുന്നത് എന്താ? പുരുഷന്മാർ എന്നാണ്. അവിടെ അങ്ങനെ തന്നെ അർത്ഥവും. ആണുങ്ങൾ, ഒരു വിഭാഗം ആണുങ്ങൾ വേറെ വിഭാഗം ആണുങ്ങളെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്ന ആണുങ്ങൾ പരിഹസിക്കപ്പെടുന്ന ആണുങ്ങളെക്കാൾ നല്ലവരായേക്കാം. അതിന്റെ ബാക്കി ഭാഗം അത് വന്നതുകൊണ്ട് അങ്ങനെയാണ് കൗമിന്റെ അർത്ഥം കാണേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പോവുകയാണ്. ആ കൗമുൻ എന്ന പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള സംഗതി എന്താന്ന് ചോദിച്ചാൽ അൽ ഖിയാമു ലിൽ മുഹിമ്മാത്ത്. ശ്രദ്ധിക്കണേ, അൽ ഖിയാമു ലിൽ മുഹിമ്മാത്ത്, പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവർ എന്നാണ്. അൽ മുഹിമ്മാത്ത്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവർ അൽ ഖിയാം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു എന്ന് പറഞ്ഞ്. അള്ളാഹു നൽകിയ ചില ഫദ്ലുകൾ കൊണ്ട് സ്ത്രീകളുടെ മേൽ കവ്വാമീങ്ങളാണ് അർരിജാൽ എന്ന് പറഞ്ഞില്ലേ? അർരിജാൽ. അപ്പോ കവ്വാം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രത്യേകമായ കഴിവുകൾ അത് ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് അർരിജാൽ. അത് ആ വാക്കാണ് കവ്വാമുൻ എന്ന ആ ഒരു വാക്കിൽ നിന്നാണ് കൗമുൻ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ആ കൗമുൻ എന്ന വാക്കിന്റെ അർത്ഥം റിജാല് ആണ് എന്ന് പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ പറയാന്ന് മാത്രം. പിന്നത് നമ്മൾ പറഞ്ഞതാണ്, രണ്ടു തരത്തിൽ യഅ്മലു അലാ മക്കാനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഒന്ന് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞു. അത് രണ്ടും ഞാൻ പറഞ്ഞു പോയി. ഒന്നൊരു താക്കീദിന്റെ സ്വരത്തിലാണ്, ഒന്നൊരു സതുപദേശത്തിന്റെ സ്വരത്തിലാണ്. താക്കീദിന്റെ സ്വരം തന്നെ നിങ്ങളെ കൊണ്ട് കണ്ട പോലെ നിങ്ങൾ കാട്ടിക്കൂട്ടിക്കോളി. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാം അവസാനം ആരാ ജയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് എണ്ണി എണ്ണി പറയുന്നില്ല, ബിലാല്, അമ്മാർ, യാസിർ, ഈ പറഞ്ഞ സാധാരണക്കാരല്ലാതെ വേറെ ആരാ നിങ്ങളൊപ്പരുള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. ഈ ചെറിയ ഒരു കൊച്ചു സംഘമായിട്ടാണോ ഈ തൗഹീദ് പറയാൻ, ശരിയായ വിശ്വാസം പറയാൻ, ശരിയായ ആദർശം പറയാൻ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? മോശം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, ചെയ്തോളൂ. നിങ്ങൾക്ക് കണ്ട പോലെ നിങ്ങൾ കൂട്ടിക്കോളി. പക്ഷെ നമുക്ക് കാണാം എവിടെയാണ് വിജയം വരുന്നത്, എതിനാണ് ശാശ്വതമായ അംഗീകാരം ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഒരു താക്കീത്. ഇനി രണ്ടാമത്തെ ഒരു സതുപദേശത്തിന്റെ സ്വരത്തിൽ വിശ്വാസികളോട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ നിലപാടനുസരിച്ച്, നിങ്ങളുടെ ഹിതമനുസരിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. നിങ്ങൾ ഒരാളെ നിർബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല അല്ലാഹു. ഓരോരുത്തർക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പല തരത്തിലുള്ള വ്യത്യാസം ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ആരോഗ്യം കുറവുള്ളവരും നല്ല ആരോഗ്യവാന്മാരും ആയിട്ടുള്ള ആൾക്കാരൊക്കെ പല രൂപത്തിലില്ലേ. അപ്പൊ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ കഴിവിനനുസരിച്ച്, നിങ്ങളുടെ സാമ്പത്തികമായ സംഗതികൾക്കനുസരിച്ചൊക്കെ പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഗതികളുണ്ട്. അത് നിങ്ങൾ നിങ്ങൾ ചെയ്തോളൂ. ആരും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ആശീർവദിച്ചില്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾക്കുണ്ടാകും പോലെ നിങ്ങൾ ചെയ്തോളൂ.
എന്ന് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് എന്നുള്ള ഒരു സതുപദേശത്തിന്റെ രൂപത്തിലുള്ള ഒരു സംഗതിയാണ്. ഇപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ആയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിശ്വാസികളായ ആളുകളോടാണ് എന്നതുകൊണ്ട് നമുക്കിതിനെ ഒരു പ്രത്യേകിച്ച് പറയാൻ പറ്റാവുന്ന ഒരു കാര്യം, നിങ്ങളെ തെളിക്കുന്നതില് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തേക്കാണ് തെളിച്ചോളാം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ അബദ്ധ നയത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നില്ല എങ്കിൽ നിങ്ങൾ നടക്കുന്ന വഴിക്ക് തന്നെ നിങ്ങൾ നടന്നോളൂ. എന്റെ പാത എനിക്കായി വിട്ടു തന്നാ മതി, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങൾ എന്നെ അതിൽ വിട്ടു തന്നാ മതി. പരിണിത ഫലം എന്തോ അത് പ്രത്യക്ഷപ്പെടും, അത് പിന്നീട് വന്നോളും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കും കൂടെ മനസ്സിലാക്കാനുണ്ടായിരുന്നു, സമയമില്ലാന്ന് എനിക്കറിയാം. അതെന്താണെന്നറിയോ? മക്കാനത്ത് എന്നുള്ള വാക്കാണ്. അത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. മക്കാനത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ നിലപാട് എന്നാണ്. മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ് നിങ്ങൾക്കറിയാം. അതേപോലെ ഒരു ഇടം എന്നാണ് അറിയാം. നമുക്ക് എല്ലാറ്റിനും ഒരു സ്ഥലമുണ്ട്. ഒരു സംഗതി നിൽക്കാൻ, ഒരു പദാർത്ഥം അത് നിലകൊള്ളാൻ ഒരു സ്ഥലം ആവശ്യമാണ്. എല്ലാറ്റിനും ഒരു സ്ഥലമുണ്ട്. നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്ഥലമുണ്ട്, നമ്മൾ കാല് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം വെക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ സ്ഥലം ഈ ഭൂമിയിലാണുള്ളത്. അത് നമ്മുടേതാണ് സ്ഥലം. നമ്മൾ നിൽക്കുമ്പോ, നമ്മൾ ഇരിക്കുമ്പോ നമ്മൾക്കുള്ളതാണ് ആ സ്ഥലം. നമ്മളാണ് ആ സ്ഥലം എടുക്കുന്നത്, അനുഭവിക്കുന്നത്. അലാ മക്കാനത്തിക്കും, നിങ്ങളുള്ള സ്ഥലത്ത്, നിങ്ങളുള്ള ഏരിയയിൽ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ രണ്ട് കാലുകൾ എങ്കിലും ചവിട്ടി വെച്ച് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ചെറിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക, നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നാല് അവിടെ വേറെ ആൾക്കും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് നമ്മുടെ സ്ഥലമാണ്. ഒരു കുട്ടി ഒരു ചെറിയ കസേരയിൽ ഇരിക്കുമ്പോ വേറൊരു കുട്ടി അങ്ങോട്ട് വന്ന് ആ കസേരയിൽ ആ കുട്ടി ഇരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന കുട്ടിയെ താഴോട്ട് വലിച്ചിടും, എന്നിട്ട് അവിടെ കയറിയിരിക്കുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് രണ്ടു പേർക്ക് ഓവർലാപ്പ് ചെയ്യാൻ കഴിയില്ല, ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റില്ല എന്നല്ലേ ആ പറഞ്ഞതിന് അർത്ഥം. അപ്പൊ ഇവിടെ അള്ളാഹു നമുക്ക് ഒരു സ്ഥലം നിശ്ചയിച്ചു എന്നാണ്. ഒരു കുപ്പിയില് വെള്ളം നിറക്കുകയാണെങ്കിൽ അതിലുള്ള വായു പുറത്തേക്ക് പോകണം. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ഇടമുണ്ട്. ആ ഇടം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. അവിടെ നിന്നിട്ട് നമ്മുടെ പ്രവർത്തിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോ അവസാനം പറഞ്ഞത് ആഖിബത്തുദ്ദാർ, കാര്യങ്ങളുടെയൊക്കെ അവസാനം പര്യവസാനം ഏറ്റവും അനുകൂലമായി വരുന്നത് നിങ്ങൾക്കായിരിക്കും കേട്ടോ. ആർക്കാണ് നിങ്ങൾ നോക്കിക്കോളൂ, അത് ഇത്തരത്തിലുള്ള വിശ്വാസികളായിരിക്കുമെന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അത് പറയുന്ന ചില ആയത്തുകളുണ്ട്. സൂറത്ത് അർ-റഅദിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ്, ഞാൻ വിശദീകരിക്കല്ല. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ആ ആയത്തിൽ പറയുന്നുണ്ട്. ലോകത്തിന്റെ പര്യവസാനം അനുകൂലമായിട്ടുള്ള ആളുകൾ ആരാണ് എന്നാണ് പറയുന്നത്. അത് ഒന്ന് വല്ലദീന സബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാത്ത എന്ന് പറഞ്ഞു പോവുക. തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുക. 1. 2 നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. 3 നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായി പരസ്യമായി ചെലവഴിക്കുക. 4 തിന്മയെ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഉലൈകലഹും ഉഖ്ബദ്ദാർ 22-ാമത്തെ ആയത്ത്. അത്തരക്കാർക്ക് അനുകൂലമാണ് ലോകത്തിന്റെ പര്യവസാനം. അപ്പൊ ലോകത്തിന്റെ പര്യവസാനം ആർക്ക് അനുകൂലമാണ്? 4 വിഭാഗം ആളുകളെ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ട് ഒന്ന് വായിച്ചു നോക്കുമ്പോ കാണിച്ചാൽ നോട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ വിശദീകരണം പറയാം. അതായത് സ്ഥിരവാസത്തിലുള്ള സ്വർഗത്തോപ്പുകളാണ് അവരുടെ ഏറ്റവും നല്ല പര്യവസാനം. അവരും ആ നല്ല പര്യവസാനത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്നറിയോ? അവരുണ്ട് അവരുടെ പിതാക്കളിൽ നിന്ന്, അവരുടെ ഇണകളിൽ നിന്ന്, അവരുടെ സന്തതികളിൽ നിന്ന് നല്ലവരായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. ഈ പര്യവസാനം ആർക്കാ കിട്ടുക? ഈ പറഞ്ഞ വിഭാഗങ്ങളിലൊക്കെ നല്ലവരായിട്ട് ആരാ ഉള്ളത്? അവരെയും കൂടെ കൂട്ടിയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് പോകാൻ പറ്റാവുന്ന ഒരു സ്വർഗത്തോപ്പ് അവർക്ക് നൽകുന്നതാണ്. എന്നിട്ടോ മലക്കുകൾ എല്ലാ വാതിലൂടെയും അവരുടെ അടുക്കൽ കടന്നു വന്നിട്ട് പറയും,
അവരുടെ മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ലോകത്തിന്റെ പര്യവസാനം എത്ര നല്ലത്. വീണ്ടും ഫനിഅമ ഉഖ്ബദ്ദാർ, 2 തവണ ഉഖ്ബദ്ദാർ എന്ന് പറയുന്ന ഏതാനും ആയത്തുകളാണ് സൂറത്ത് ഇതിലെ 22 മുതൽ 24 വരെയുള്ള വചനം. നിങ്ങളിത് ശ്രദ്ധാപൂർവം വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഒരുപാട് വിഷയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ആർക്കാണ് ഈ ലോകത്തിന്റെ ഏറ്റവും നല്ല പര്യവസാനം അനുകൂലമായി വരിക, എന്തൊക്കെ സ്വഭാവങ്ങളാണ് സ്വീകരിക്കേണ്ടത്, അങ്ങനെ അവരുടെ കൂടെ പിന്നീട് ചേർന്ന് വരുന്ന ആളുകൾ ആരൊക്കെയാണ്, അവരെന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ആ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.